ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിവിടെ 3 വലിപ്പമുള്ള അയില മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ ഒരു തലയുടെ ഉൾഭാഗമെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാൻ നമുക്ക് അയില മീൻ തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് കറി തയ്യാറാക്കുന്ന സമയത്ത് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ലാത്തതുകൊണ്ടാണ്. ചെറുനാരങ്ങ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൈകൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെല്ലൈക്കണും അമർത്തണം. അതുപോലെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഇതിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ മീൻ മുഴുവനും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആയി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീൻ ഒരു ഭാഗം ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് മീൻ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവൻ ഇതവിടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീൻ ഇതവിടെ മുഴുവനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീൻ ഇതവിടെ 2 ഭാഗം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇത് സ്റ്റൗവിൽ നിന്നും മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മറ്റൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഇതവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1/2 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുക് കൂടി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും അങ്ങ് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളിക്ക് പകരം വേണമെങ്കിൽ സവാള എടുക്കുക കേട്ടോ. പക്ഷേ ചെറിയ ഉള്ളി എടുക്കുന്ന സമയത്താണ് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഇതിവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വലിപ്പമുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ തക്കാളിയെല്ലാം ഇവിടെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തരുടെ എരിവിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ പൊടികളെല്ലാം ഇവിടെ നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എത്രത്തോളം കറി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഉപ്പെല്ലാം നല്ല പാകത്തിനേനു. അപ്പോൾ ഞാൻ ഇതെവിടെ നേരത്തെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ച നമ്മുടെ മീനില്ലേ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മീൻ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തുറന്നിട്ട് നമ്മുടെ മീൻ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മീൻ മുഴുവൻ ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഇത് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് തുറന്നിട്ട് ഇതിലേക്ക് കറിവേപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പ് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കണേ. കറിവേപ്പ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലെല്ലാം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കറി. അപ്പോൾ കറിവേപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കറിവേപ്പിൻ്റെ ആ ഒരു ടേസ്റ്റെല്ലാം നമ്മുടെ കറിയിൽ തന്നെ പിടിച്ച് കിട്ടാൻ വേണ്ടി കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന. അങ്ങനെ ഞാൻ ഇതിവിടെ തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇതിവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി കറി ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കറി നമുക്ക് എല്ലാറ്റിൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ദോശയുടെയും പൂരിയുടെ എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങൾ ഇങ്ങനെ കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അതിൽ തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് മത്തി വെച്ചിട്ടും മറ്റേത് മീൻ വെച്ചിട്ടും ഇങ്ങനെ തയ്യാറാക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായമെല്ലാം ഒന്ന് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം.